നമസ്കാരം. വളരെ ആഴത്തിലുള്ളതും എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രായോഗികവുമായ ഒരു വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിശോധിക്കുന്നത് ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ സ്വഭാവരൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു മാനുഷിക മൂല്യത്തെക്കുറിച്ചാണ്: സത്യസന്ധത. സത്യം എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ജീവിതരീതിയാണ്. എന്നാൽ നമ്മുടെ കുട്ടികളിൽ ഈ മൂല്യം എങ്ങനെ ശാശ്വതമായി ഉറപ്പിക്കാൻ കഴിയും? ഈ ആശയങ്ങളിലൂടെയുള്ള യാത്രയിൽ നാം കണ്ടെത്താൻ പോകുന്നത് കേവലം കുറച്ച് ഉപദേശങ്ങളല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ വളരെ ദാർശനികവും പ്രായോഗികവുമായ ചില സത്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? സത്യത്തിന്റെ ലാളിത്യം വേഴ്സസ് അസത്യത്തിന്റെ സങ്കീർണത. കുട്ടിക്കാലം മുതലേ ശീലം വളർത്തിയെടുക്കുക. സത്യം എപ്പോഴും വളരെ ലളിതമാണ്, എന്നാൽ അസത്യം വളരെ സങ്കീർണവും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കുട്ടിക്കാലത്തെ നിഷ്കളങ്കതയിൽ വളരെ എളുപ്പത്തിൽ പാലിക്കാൻ കഴിയുന്ന ഈ ലളിതമായ പുണ്യം വളർന്നു വരുമ്പോൾ ജീവിതത്തിന്റെ സങ്കീർണതകളിൽപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന്? ഇത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സത്യസന്ധത എന്ന ശീലം കുട്ടിക്കാലം മുതലേ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആദ്യ ഭാഗം: സത്യത്തിന്റെ ലാളിത്യം. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമാണ്. സത്യം സംസാരിക്കാൻ യാതൊരുവിധ മുൻകൂർ തയ്യാറെടുപ്പുകളോ ബുദ്ധിമുട്ടുകളോ ആവശ്യമില്ല. അത് സ്വാഭാവികമായി പുറത്തുവരുന്നു, കൃത്യമായ നേർരേഖയിലുള്ള, സൂര്യപ്രകാശത്താൽ തിളങ്ങുന്ന വ്യക്തമായ ഒരു പാത പോലെ. എന്നാൽ മറുവശത്ത് നോക്കൂ, ഒരു നുണ പറയാനോ അസത്യം പ്രചരിപ്പിക്കാനോ വലിയ തന്ത്രങ്ങളും കൗശലവും ബുദ്ധിപരമായ മുന്നൊരുക്കങ്ങളും ആവശ്യമാണ്. ഒരു നുണയെ സംരക്ഷിക്കാൻ പിന്നീട് 100 നുണകളുടെ വലിയൊരു ഇരുണ്ട വലയം തന്നെ സൃഷ്ടിക്കേണ്ടി വരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സത്യം പറയാൻ യാതൊരു ഖട്പട്ട് അഥവാ ബുദ്ധിമുട്ടുമില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. മനുഷ്യൻ പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് തെന്നി വീഴാൻ പ്രധാന കാരണം പഴയ ശീലങ്ങളും അവനെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകളുമാണ്. മോശമായ അന്തരീക്ഷം എളുപ്പത്തിലൊരാളെ അസത്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ തന്നെ സത്യം പറയുക എന്ന ശീലം ഉറപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമയാണെന്ന് ഇവിടെ അടിവരയിട്ട് പറയുന്നത്. നല്ല ശീലങ്ങൾ നേരത്തെ തന്നെ വേരുറപ്പിച്ചാൽ പിന്നീട് ചുറ്റുപാടുകൾക്ക് അവരെ വഴിതെറ്റിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഇതിന്റെ ആത്മീയ തലത്തിലേക്ക് കടക്കാം. ഭാഗം 2: സത്യവും ശീലവും തമ്മിലുള്ള ഏകോപനം. സത്യവും വിനയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാവ്യാത്മകമായ ഒരു ഉപമയാണിത്. മനോഹരമായി കൊത്തിയെടുത്തൊരു സ്വർണമോതിരം സങ്കൽപ്പിക്കുക. അതിൽ തിളങ്ങുന്നൊരു രത്നം പതിപ്പിക്കുമ്പോൾ ആ മോതിരത്തിന്റെ സൗന്ദര്യം എത്ര മടങ്ങ് വർദ്ധിക്കുന്നെന്ന് നോക്കൂ. അതുപോലെയാണ് സത്യവും. സത്യം എന്ന മോതിരത്തിന് തിളക്കം നൽകുന്ന രത്നമാണ് ശീലം, അല്ലെങ്കിൽ വിനയം. ഇവ രണ്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഒന്നിനെ കൂടാതെ മറ്റൊന്നിനു പൂർണ്ണതയില്ല. കേവലം സത്യം പറയുക മാത്രമല്ല പ്രധാനം, അതെങ്ങനെ പറയുന്നു എന്നതാണ് കാര്യം. നമ്മുടെ ദാർശനിക ചിന്തകളുടെ എക്കാലത്തെയും വലിയ അടിസ്ഥാനം ഇതിൽ അടങ്ങിയിരിക്കുന്നു. സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്. സത്യം എപ്പോഴും മനോഹരമായിരിക്കണം. നഗ്നമായ സത്യം പലപ്പോഴും വളരെ കൈപ്പേറിയതാണ്. അതുകൊണ്ട് നമ്മൾ സത്യം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുടെ ഹൃദയത്തിന് ഇമ്പമുള്ളതും സ്വീകാര്യവുമായ രീതിയിലായിരിക്കണം അവതരിപ്പിക്കേണ്ടത്. സ്നേഹമില്ലാത്ത സത്യം എപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. 3-ാം ഭാഗം: അഹങ്കാരവും കൈപ്പേറിയ സത്യവും. വിനയമില്ലാത്ത സത്യത്തിന്റെ അപകടങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരുഷമായ സത്യം പറയുന്നതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ശീലത്തിന്റെ പിന്തുണയില്ലാത്ത സത്യം മനുഷ്യനിൽ വലിയ അഹങ്കാരം സൃഷ്ടിക്കുന്നു. അത് നഗ്നവും കൈപ്പേറിയതുമാകുന്നു. ഇത് പലതരം കലഹങ്ങളിലേക്കാണ് നയിക്കുക. വിനയമില്ലാതെ സത്യം മാത്രം പറയുന്നൊരാൾ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും അയൽക്കാർക്ക് പോലും വെറുക്കപ്പെട്ടവനായി മാറുകയും ചെയ്യുന്നു. തനിക്ക് ചുറ്റുമുള്ളവർ തനിക്കെതിരെ ഒരു ശത്രുപക്ഷമായി മാറാൻ ഇത് കാരണമാകുന്നു. തകർന്നു വീണ കണ്ണാടിച്ചില്ലുകൾ പോലെ അത് ബന്ധങ്ങളെ എന്നേക്കുമായി മുറിവേൽപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രായോഗികമായ വശത്തിലേക്ക് വരാം. ഭാഗം 4: മാതാപിതാക്കളുടെ വ്യക്തിപരമായ മാതൃക. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഗാന്ധിജി സത്യം പഠിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ്. നുണ പറയുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും കുട്ടികളിൽ സത്യത്തോടുള്ള വിശ്വാസം വളർത്താൻ കഴിയില്ല. പ്രതിസന്ധിഘട്ടങ്ങളിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ മറ്റുള്ളവരോട് പഞ്ഞിപോലെ മൃദുവായും സന്തോഷത്തോടെയും പെരുമാറുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് കുട്ടികൾക്ക് ഏറ്റവും വലിയ വഴികാട്ടികൾ. ഒരു ദീപശിഖ പോലെ അവർ കുട്ടികൾക്ക് വെളിച്ചം നൽകുന്നു. കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ പ്രവൃത്തികളാണ്. കുട്ടികൾ നുണ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയമാണത്. അബദ്ധത്തിൽ ഒരു കല്ല് പൊട്ടിയപ്പോൾ മാതാപിതാക്കളെ ഭയന്ന് അതൊളിച്ചുവെക്കുന്ന ഒരു കുട്ടിയുടെ ഉദാഹരണം ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
തെറ്റ് ചെയ്താൽ സത്യം തുറന്നു പറയാൻ കുട്ടികൾക്ക് ഭയരഹിതമായ ഒരു അന്തരീക്ഷം മാതാപിതാക്കൾ ഒരുക്കിക്കൊടുക്കണം. സത്യം പറയുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിനു പകരം അവരുടെ സത്യസന്ധതയെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതാണ് ശരിയായ രീതി. അചഞ്ചലമായ സത്യവും മൃദുവായ വിനയവും ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു മനുഷ്യനിൽ യഥാർത്ഥത്തിൽ ദൈവീകത ഉണരുന്നത്. സത്യം ഒരു വലിയ ശക്തിയാണ്. എന്നാൽ അതിനെ നിയന്ത്രിക്കാനും മനോഹരമാക്കാനും ശീലം അഥവാ വിനയം എന്ന ഗുണം അത്യന്താപേക്ഷിതമാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് അത് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യമായി മാറുന്നത്. ഈ ശക്തമായ ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ വിഷയം ഉപസംഹരിക്കാം. നിങ്ങളുടെ മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കേണ്ട ഒരു വാക്യം ഇതാണ്: സത്യം പറയുന്നവൻ ശീലത്തിന്റെ ആശ്രയം തേടുന്നില്ലെങ്കിൽ അവൻ അഹങ്കാരിയായി മാറുന്നു. നഗ്നമായ സത്യം പലപ്പോഴും കൈപ്പേറിയതാണ്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ എപ്പോഴും ഓർക്കുക. ചിന്തിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പകർന്നു നൽകുന്നത് വെറും കൈപ്പേറിയ സത്യങ്ങളാണോ അതോ വിനയം നിറഞ്ഞ ശീലങ്ങളാണോ? ഈ വിശദീകരണത്തിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.